വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 15 മുതൽ 24 വരെ. ദൈവരാജ്യത്തിന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയോടുകൂടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യക്ക് നേരമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. വേറൊരുവൻ പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന യജമാനനെ വിവരമെല്ലാം അറിയിച്ചു. അപ്പോൾ ഗൃഹനാഥൻ ക്രുദ്ധനായി ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും പോകുക, ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടേക്ക് ആനയിക്കുക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ച പോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ വഴികളിലേക്കും ഇടവഴികളിലേക്കും പോകുക, എന്റെ വീട് നിറയേണ്ടതിന് അകത്തേക്ക് വരാൻ അവരെ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരാരും എന്റെ സദ്യ ആസ്വദിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. പക്ഷപാതം കാണിക്കരുത്. എന്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷഭേദം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സുവർണ മോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു, പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്തിരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങളുടെ വിധികർത്താക്കളാകുകയുമല്ലേ ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു. സമ്പന്നരല്ലേ നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നത്? അവരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്? അവരല്ലേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല നാമം ദുഷിപ്പിക്കുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു.